ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമ്മളെന്ന് വിചാരിച്ച് ഒരു ഔട്ടിങ്ങിന് പോയാലോ എന്നൊക്കെ. നേരെ നമ്മൾ എന്ത് ചെയ്യുക, നെടുമങ്ങാട് നിന്ന് ലുലു മോൾ ബസ് അങ്ങ് കയറി. അതോ പണി പാളയെന്ന് ചോദിച്ചാൽ 1 മണിക്കൂർ ആയിട്ടും ആ ബസ് എന്താണോ അനങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ അടുത്തുള്ള വേറൊരു ബസ്സിൽ കയറിയിട്ടാണ് എന്ത് ചെയ്തത്, ലുലു മോൾ എത്തിയത്. ഏകദേശം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉച്ച സമയത്താണ് കേട്ടോ എത്തിയത്. അത്യാവശ്യം നല്ല ലേറ്റും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ലുലു മോളിലാണ് ഒന്ന് കയറിയത്. അവിടെ കയറിയപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണം അവിടെ നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് പുറമേ ഇറങ്ങി വരാനൊന്നും തോന്നത്തില്ല കേട്ടോ. അപ്പം ജസ്റ്റ് അവിടേക്കൊന്ന് നമ്മൾ കറങ്ങി കണ്ടു. സാധനത്തിനൊക്കെ അത്യാവശ്യം വില കുറവായതുകൊണ്ട് എല്ലാവരും എന്താണ് ജസ്റ്റ് ഇവിടെ വാങ്ങും. അതായത് നമുക്ക് ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വിലക്കുറവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ പാർക്കിലൊക്കെ കയറുന്നെങ്കിൽ നമ്മൾ അഡീഷണൽ പൈസ എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമ്മളിതിൽ കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് KFC ആണ് കഴിച്ചത്. അത്യാവശ്യം KFC നല്ല രുചിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു 3 റോളാണ് വാങ്ങിച്ചത്. 3 സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. റോൾ അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നെ KFC നല്ല രുചിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. നമ്മളൊക്കെ അത് ആസ്വദിച്ച് തന്നെ കഴിച്ചു. അതുപോലെ നമുക്ക് ഇതിൽ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ പെപ്സിയൊക്കെ നമ്മൾ അഡീഷണലാണ് വാങ്ങിച്ചത്. ഫ്രഞ്ച് ഫ്രൈസും നല്ലതൊക്കെ ആയിരുന്നു. അപ്പം ഇതിൽ നമുക്ക് എല്ലാം കൂടി കോംബോ ഓഫറായിട്ടാണ് വന്നത്. അപ്പം നമുക്കൊരു 1000 കൂടുതൽ നമുക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും എന്താണ് കോംബോ ഓഫറൊക്കെ ഞാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് അവിടേക്കൊന്ന് എന്താണ് ഇത് കുറച്ച് വായി നോക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് അവിടേക്കൊന്ന് കറങ്ങി. അപ്പോഴാണ് ഈ പൂവും കാര്യങ്ങളും അതിൻ്റെ പുറമെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടത്. പിന്നെ നമ്മൾ മ്യൂസിയത്തിലാണ് പോകുന്നത്. ചേച്ചീനെ വെയിറ്റ് ചെയ്യാണ്. കാക്ക് എപ്പോഴും എല്ലാം വാങ്ങിച്ചു കൊടുക്കും. ഞാൻ അവര് ചിലവല്ല, എൻ്റെ ചിലവിൽ അവർ. നമ്മളിപ്പം സർബത്തും സോഡയൊക്കെ കുടിച്ചിട്ട് ഇനി അങ്ങോട്ട് നടക്കുകയാണ്. നമുക്ക് ഇനിയും വെള്ളം തയ്ക്കണം. കുട്ടപ്പുഴാണോന്ന് അറിയാൻ വയ്യ. വയറിനിപ്പോൾ കുറവുണ്ട്. അതിൻ്റെ ഒരു ഇതാണ് ഇപ്പം. അതിലേക്ക് മാറും. നമ്മൾ അങ്ങോട്ടൊക്കെ പോകണം. ഇതും ഒരു ബ്ലോഗറാണ്, പക്ഷെ വീഡിയോ ഇടൂല. എനിക്ക് രണ്ട് സെലിബ്രിറ്റീസിലൂടെയാണ് നടക്കണം. ആൾക്കാരൊക്കെ എന്നെങ്കിലും നോക്കുന്നുണ്ട്. ഒരു പക്ഷേ എന്നെങ്കിലും നമ്മൾ സെലിബ്രിറ്റീസ് ആയാൽ അപ്പോൾ നിങ്ങൾ ഇപ്പോഴല്ല. ഇതാണ് എൻ്റെ ഏറ്റവും ഇളയ അനിയത്തി കേട്ടോ. ഇവളെന്താണ് പറയുന്നതെന്ന് നമുക്കും അറിയത്തില്ല, അവൾക്കും അറിയത്തില്ല. അതാണ് രസം. പിന്നെ നമ്മളൊരു 6 മണിയൊക്കെ ആയതിനു ശേഷമാണ് മ്യൂസിയത്തും കാര്യങ്ങളൊക്കെ എത്തിയത്. അവിടെ ചെന്ന് നമ്മൾ പാനിപൂരിയും അതുപോലെ ചാറ്റ് മസാല വരുന്നതൊക്കെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. സത്യമായിട്ടും വായി വയ്ക്കാൻ കൊള്ളത്തില്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് പൈസ കൊടുത്തതല്ലേ എന്നും പറഞ്ഞ് തിന്നു പോയതാണ്. കാരണം അത് കഴിച്ചതിന് ശേഷം എന്തോ വയറിനൊരു തൃപ്തി അല്ലാത്ത പോലെ ഒന്ന് ഫീൽ ചെയ്തു. അപ്പം നമുക്ക് കൂടുതലായിട്ട് ഞാൻ ഇത് പ്രിഫർ ചെയ്യത്തില്ല. എന്നാലും പൈസ കൊടുത്തതല്ലേ എന്നും പറഞ്ഞാണ് കഴിച്ചത്. ഇതിൽ കൂടുതൽ നമ്മൾ പൈനാപ്പിളൊക്കെയാണ്, കാരണം ഇതിൽ പൈനാപ്പിളൊന്നും അങ്ങനെ ഇടത്തില്ല. എന്നാൽ ഇതിൽ കൂടുതൽ പൈനാപ്പിളേ ഉള്ളായിരുന്നു. അതാണ് നമുക്കൊരു മത്ത് പിടിക്കുന്ന ഫീലിങ്ങും കാര്യങ്ങളൊക്കെ. അത് കഴിച്ചപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്ത് വെള്ളം ദാഹിച്ചു. അങ്ങനെ അടുത്തുള്ള ഒരു കടയിൽ കയറി 3 ലൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങ് കുടിച്ചപ്പോൾ ഒരു സമാധാനം, മൊത്തത്തിലൊരു സമാധാനം. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.